Welcome to Shahi Effect. ആർട്ടിസ്റ്റ് ഏജൻറ്റ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഞങ്ങൾക്കും ജീവിക്കണം രാത്രികാല മൈക്ക് നിരോധനം പിൻവലിക്കുക. സ്റ്റേജ് ഓപ്പറേറ്റർമാരുടെ എന്ത് തരണം താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഉപജീവന തരണം അല്ലേ? No. ആർട്ടിസ്റ്റ് ഏജൻറ്റ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഞങ്ങൾക്കും ജീവിക്കണം രാത്രികാല മൈക്ക് നിരോധനം പിൻവലിക്കുക. സ്റ്റേജ് കലാകാരന്മാരുടെ ഉപജീവന ധർണ. എൻ്റെ കുടുംബവും ഒരു കുടുംബമാണ്. മറ്റ് ജീവിത മാർഗങ്ങളൊന്നും ഞങ്ങളുടെ മുന്നിലില്ല. സർക്കാരിന്റെ കണ്ണിൽ ഇത് കണ്ട് ഇതിന്റെ അധികാരികൾ വേണ്ട നടപടിയെടുത്ത് ഞങ്ങൾ കലാകാരെ സഹായിച്ചില്ലെങ്കിൽ മുന്നോട്ട് ഇതിൽ നല്ലൊരു പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോവുകയും ഞങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ സമര പോരാട്ടത്തിൽ മുന്നോട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഡ്രാമ വെൽഫെയർ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് എന്ന നിലയ്ക്ക് ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗാനമേള സംഘടനയായ ഗോവയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാല കമ്മ്യൂണിക്കേഷന്റെ ശ്രീ ഷാജി അവർ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ധർണ സമരത്തിന്റെ ആവശ്യവും ആവശ്യകതയും ഒക്കെ മുൻപ് ഇവിടെ സംസാരിച്ച വ്യക്തികൾ ഇവിടെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഒരു വലിയ ദുരന്തം തന്നെയാണ് നമ്മളുടെ മുന്നിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഈ ഒരു സീസണിൽ തന്നെ പല അനുഭവങ്ങൾ ഗാനമേള അവതരിപ്പിക്കുന്ന വേദികളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു സർക്കാരിനെതിരെയുള്ള ഒരു സമരമല്ല. ഞങ്ങൾക്കും കലാകാരന്മാർക്കും ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ്. ഈ കോടതി വിധിയുണ്ട് എന്ന് പറഞ്ഞ ഇതിന്റെ മറവില് പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ നിയന്ത്രണങ്ങൾ വളരെയധികം കടുപ്പിച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം തന്നെ വഴിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഈ 10 മണി എന്നുള്ളത് കുറഞ്ഞത് ഒരു 12 മണി വരെയെങ്കിലും നമുക്ക് നമ്മളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം
ഉണ്ടാക്കി തരണം. അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സമര പരിപാടിയിലും തുടർന്നു വരുന്ന ഈ സമര പരിപാടികൾക്കൊക്കെ ഗാനമേള ഓർഗനൈസിംഗ് അസോസിയേഷന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും. അതുപോലെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കലാസംഘടനയായ പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ പൂർണ്ണമായ പിന്തുണയും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.